കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ലാശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദത്തണലാകും. ഇരുൾ പാതയിലനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാളും. എൻ്റെ താഴ്ചയിലവനെന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിലവനെന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങളനവധി വന്നാലും, അനുകൂലമെനിക്കവൻ എന്നാളും. തവ ജീവനെ തന്നവനിനിമേലും, കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാളും. Greetings to all in the holy name of the triune God. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. Last Wednesday, we closed the meditation saying that today or this Wednesday, we will meet the prophet at Mount Carmel. നമ്മൾ അവിടെ കർമേലിൽ പോയി കാണാമെന്ന് പറഞ്ഞാൽ നിർത്തിയത്. സോ ലെറ്റ് us go to Carmel. ഞാൻ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 18 വേഴ്സസ് 17 to 20 ഒന്ന് വായിക്കട്ടെ. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീ നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക.
അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രയേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു. കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. സോ വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു കർമ്മേൽ. 3.5 വർഷക്കാലം മഴ പെയ്യാതെ ആകാശം അടച്ചിരുന്നു. ശമരിയയിലെങ്ങും അതികഠിനമായ വരൾച്ചയും ക്ഷാമവുമായിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി, നിന്നെ തന്നെ ആഹാബിന് കാണിക്കാം, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുകയാണ് എന്ന്. ആഹാബിനെ മീറ്റ് ചെയ്യാനായിട്ട് ഏലിയാവ് പോകുമ്പോഴേ വഴിയിൽ ഒബാദ്യാവിനെ കാണുന്നു. ഈ ഒബാദ്യാവ് ആരാന്ന് ചോദിച്ചാല് ആഹാബിന്റെ ഒരു ഒഫീഷ്യൽ ആയിരുന്നു. ഒബാദ്യാവ് സെർവ്ഡ് ആസ് എ ഹൗസ് ഹോൾഡ് അഡ്മിനിസ്ട്രേറ്റർ അണ്ടർ ആഹാബ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒബാദ്യാവ് ഒരു യഹോവ ഭക്തനായിരുന്നു എന്ന് തന്നെ കാണിക്കുന്നുമുണ്ട്. അവിടെ പറയുന്നത് ജിസബേല് ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നപ്പോഴ് ഞാൻ 100 പേരെ 2 ഗുഹകളിൽ ഒളിപ്പിച്ച് രക്ഷിച്ചു എന്നൊക്കെ ഒബദ്യാവ് പ്രവാചകനോട് പറയുക. കാരണം ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് എന്ന് ആഹാബിനോട് പറയും. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആഹാബ് രാജാവ് തന്നെ കൊന്നുകളയുമെന്നാണ് ഒബദ്യാവിന്റെ പ്രശ്നം. അപ്പോൾ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണേ, ഞാൻ ഇന്ന് അവൻ എന്നെ തന്നെ കാണിക്കും. സോ reluctantly and fearfully Obadiah agrees to inform Ahab of Elijah's presence. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഈ ഏലിയാ പ്രവാചകനെ വിട്ടാണ് ആഹാബിനോട് ആദ്യം സംസാരിക്കുമ്പം പറയുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആണയിട്ടാ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന്. ദേശത്തിന്റെ വരൾച്ചയിൽ മനസ്സലിഞ്ഞ ദൈവം എന്നാൽ ഇപ്പം മഴ അങ്ങ് പെയ്തോട്ടെന്ന് കണ്ടില്ല. ഏലിയാവിനോട് തന്നെയാണ് പറയുന്നത്, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര നാളും ഏലിയാവ് ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ, കരീത്ത് തോട്ടിലും സാറെഫാത്തിലും ഒക്കെ. കാരണം ആഹാബ് ഏലിയാവിനെ എല്ലാ ദേശത്തും അന്വേഷിക്കുന്നുണ്ടായിരുന്നു കൊല്ലാനായിട്ട്, പക്ഷെ കണ്ടെത്തിയില്ല. ഇപ്പോൾ യഹോവ പറഞ്ഞു, നീ നിന്നെ തന്നെ ആഹാബിന് കാണിക്കാൻ, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന്. അപ്പം മഴ ഞാൻ പറഞ്ഞല്ലാതെ പെയ്യത്തില്ലെന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ ഇപ്പൊ ആഹാബിനോട് പോയി പറയും, യഹോവയായ ദൈവം ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന്. അറ്റ് their summit meeting, Ahab blames Elijah for the famine and the troubles that the Israelites are facing. ഏലിയാവിനോട് ചോദിക്കുന്നത്, ആരിത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? പ്രവാചകൻ ആഹാബിനോട് പറയുന്നത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീ നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ടത്രേ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശ്ശേരയുടെ 400 പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അഹാബ് ഇസ്രയേൽ മക്കളെയും ബാലിന്റെയും അശ്ശേരയുടെയും പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടിവരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. So we understand that Elijah challenges Ahab and the pagan priests of Baal and Asherah for he is giving a contest, that is fire-consuming sacrifice with 2 conditions. One is 2 bullocks would be sacrificed and laid upon 2 altars, one dedicated to Baal and the other to Jehovah or the living God. Both deities would be prayed to, and the real God could prove himself by sending down fire from heaven to consume the sacrifice. Everyone agreed to this. ഇവിടെ നമ്മൾ കാണുന്നത് പ്രവാചകൻ ജനത്തോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ 2 തോണിയിലെ കാല്
ചവിട്ടി നിൽക്കും. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിൽ അവനെ അനുഗമിപ്പീൻ. അങ്ങനെ ഞങ്ങൾക്ക് 2 കാളകളെ തരട്ടെ. ഒരു കാളയെ ബാലിന്റെ പ്രവാചകന്മാർ തിരഞ്ഞെടുത്ത് ഖണ്ണം ഖണ്ണുമായി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും അപ്രകാരം തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. So this was acceptable to everybody. All the people agreed to this, including the 450 prophets of Baal and the 400 prophets of Asherah. Everybody agreed to this proposal. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് പറയുകയാണ്, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, ആദ്യം ഒരു കാളയെ തിരഞ്ഞെടുത്ത് ഒരുക്കിക്കൊള്ളുവിൻ, പിന്നെ തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയാവ് ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ എല്ലാ പ്രവാചകന്മാരും ബാലിന്റെ പുറകെ പോയി, അല്ലെങ്കിൽ മരിച്ചുപോയി, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളെന്ന് ആ ഏലിയാവ് എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഉപാധ്യായോട് സംസാരിക്കുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ 100 പ്രവാചകന്മാരെ ഒളിപ്പിച്ച് 50 ഇതിനെ വെച്ച് രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ സ്റ്റിൽ എലൈജ തിങ്ക് ദാറ്റ് ഹീ ഈസ് ദി ഓൺലി വൺ ലെഫ്റ്റ് ഔട്ട്, only one prophet of God left out എന്ന്. എന്നാൽ ബാലിന്റെ അവരുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ് ആളുകൾ. അവർ വേഗം യാഗമൊക്കെ ഒരുക്കി, അവർ ഇത്രയും പേരില്ലേ, പെട്ടെന്ന് അവരെല്ലാം ഒരുക്കി ബാലെ ഉത്തരമരുളണമേ എന്ന് അവർ രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനും അങ്ങ് കരയാനും ശബ്ദം വെക്കാനും ഒക്കെ തുടങ്ങി. ഒരു ശബ്ദമോ ഒരു ഉത്തരമോ ബാൽ അയച്ചില്ല. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പീൻ, അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ രക്തമൊഴുകി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. 800-850 പേര് ഒന്നിച്ച് കിടന്ന് യാഗപീഠത്തിന്റെ ചുറ്റും ബഹളം വെച്ച് ചാടി. ചിലരൊക്കെ മുറിവേൽപ്പിച്ചു, രക്തം കൊണ്ട് ബാല് പ്രീതിപ്പെടുമെന്ന് വെച്ച്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴേ ആ സമയമായപ്പോൾ നമ്മൾ കാണുന്നത്, then in the evening Elijah's turn came. He took 12 stones and rebuilt the old torn out altar of God in that very area. He then dug a 3 feet wide trench around the altar and dumped 12 barrels of seawater into it. Finally, he stepped back and prayed. The fire fell from heaven and consumed the sacrifice. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, ഏലിയാവ് സർവ്വജനത്തോടും തൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞു. അവൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി യഹോവയുടെ നാമത്തിൽ പണിതു. ചുറ്റും വിസ്താരത്തില് തോടുണ്ടാക്കി. പിന്നെ വിറകടുക്കി കാളയെ ഖണ്ണം ഖണ്ണമായി നുറുക്കി വിറകിന്മേൽ വെച്ചു. ഹോമയാഗത്തിന്റെ മേലും വിറകിന്മേലും വെള്ളമൊഴിപ്പാൻ അവരോട് പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ അവർ ചെയ്തു. അപ്പോഴ് 12 ബാരൽസ് ഓഫ് വാട്ടർ അവിടെ ഒഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നനഞ്ഞ യാഗപീഠത്തിന്റെ അടുത്ത് ചുറ്റിലും വെള്ളം ഒഴുകുന്നിടത്ത് ഭോജനയാഗം കഴിക്കുന്ന സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തിയെന്ന് ഒരു ചെറിയ പ്രാർത്ഥന. ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യമൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിവാകട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു വന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്രയും ഒരു ചെറിയ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഉടനെ ഇമ്മീഡിയറ്റ്ലി യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും എല്ലാം ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം,
യഹോവ തന്നെ ദൈവമെന്ന് ഏറ്റവും ഉറക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഏലിയ പ്രാർത്ഥിച്ചപ്പോഴേ ദ ഫയർ ഇമ്മീഡിയറ്റ്ലി ഫെൽ ഫ്രം ഹെവൻ ആൻഡ് കൺസ്യൂം ദി സാക്രിഫൈസ്. ആദ്യമേ ദഹിപ്പിച്ചത് യാഗവസ്തുവിനെയാണ്. ഇത് നമ്മെ തന്നെയാണ് കാണിക്കുന്നത്. റോമാലേഖനം 12 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന്. രണ്ടാമത് ദ വുഡ്. This speaks of all our efforts. Third is the dust. That speaks of the useless things in our lives. And fourth is water. That speaks of the impossible things in our lives. അതെ, ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം പിടിച്ച് താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് ഏലിയ പ്രവാചകൻ അവരെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നാം കാണുന്നു. അതിന് ശേഷം ഏലിയ വഹാബിനോട് പറഞ്ഞു, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. എന്തോ കണ്ടേച്ച് ഏലിയാവ് പറഞ്ഞെന്ന് നമുക്കറിയാം. ഒന്നുമില്ലായിരുന്നു. വിശ്വാസത്താല് വലിയ മഴയുടെ മുഴക്കം കേട്ടിട്ടാണ് പറയുന്നത്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന്. അതിന്റെ ശേഷം ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിനായിട്ട് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം താഴെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് ദൈവസന്നിധിയില് ആയിരുന്നു. തന്റെ ബാല്യക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന്. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് വന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഏലിയാവ് അവനോട് പറയുന്നത്, നീ പോ. ഓരോ പ്രാവശ്യവും പോയിട്ട് അവനെ ഒന്നും കണ്ടില്ലെന്ന്. അങ്ങനെ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം പ്രാവശ്യം അവൻ തിരിച്ചു വന്നപ്പം പറയുകയാണ്, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നെന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് അഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അഹാബിന്റെ അടുത്തോട്ട് ഈ ജോലിക്കാരനെ, തന്റെ ദാസനെ പറഞ്ഞയക്കുക ചെയ്യുന്നേ. അങ്ങനെ അവൻ പറയാൻ പോയി. ഉടൻ തന്നെ ആകാശം കാറ്റും മേഘവും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. യഹോവയുടെ ആത്മാവ് ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ അഹാബിന് മുൻപായിട്ട് ഓടി. നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യാൻ ഒക്കുമോ? 3.5 വർഷക്കാലം മഴ പെയ്യാതെ ഉണങ്ങി വരണ്ട ഭൂമി. മനുഷ്യനും മൃഗങ്ങളും പട്ടിണിയില്ല. മൃഗങ്ങൾ അനേകം ചത്തുപോയി. ഉണങ്ങിക്കിടക്കാതെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ശമരിയ, ഇസ്രയേലൊക്കെ. ഉണങ്ങിക്കിടക്കുന്ന വിറകും മറ്റും കത്താന് എളുപ്പമാ. ഇപ്പൊ നമ്മൾ ധാരാളം ഫോറസ്റ്റ് ഫയറൊക്കെ എല്ലാ രാജ്യങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്തുന്നത് കാണുന്നുണ്ടല്ലോ, അനേകം ദിവസങ്ങൾ നിന്ന് കത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഏലിയാവ് ഈ 12 ബാരല് വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ പറഞ്ഞത്. കാരണം ആരും പറയണ്ടല്ലോ, ഉണങ്ങിയ തീയല്ലേ, വിറകല്ലേ, അതെങ്ങനെ കത്തിയതാണെന്ന്. എന്നാല് സ്വർഗത്തിലെ തീ ഇറങ്ങി യാഗം ദഹിപ്പിച്ച് വെള്ളവും വറ്റിച്ച് സകലവും ചാമ്പലാക്കി. ഇനി യഥാർത്ഥമായിട്ട് അവർക്ക് ജീവനുള്ള ദൈവം ആരാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കമന്നു വീണ് പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന്. നേരം നിലത്ത് വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് ഏറ്റു പറഞ്ഞത് നാം കണ്ടല്ലോ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണെന്ന് നമുക്ക് ഏറ്റു പറയാം. അതെ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താഴ്മയോടും മനോവിനയത്തോടും കൂടെ ആയിരിക്കാം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യാൻ പോയി. ഏലിയാവോ കാൽമുട്ടുകൾക്കിടയിൽ മുഖം വെച്ച് ലേബർ പെയിനോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നോക്കിക്കേ. കാർമേഘത്തിന്റെ ഒരു കണിക പോലും കാണുന്നതിന് മുൻപ് വിശ്വാസത്താല് വലിയ മഴയുടെ മുഴക്കം കേട്ടുവെന്ന് പ്രവാചകന് ഏലിയാവിനോട് പറയുന്നുണ്ട്. എക്സ്ട്രാ-ഓർഡിനറി ഫെയ്ത്ത് ഇൻ എക്സ്ട്രാ-ഓർഡിനറി സർക്കംസ്റ്റാൻസസ്, അൺയൂഷ്വൽ ഫെയ്ത്ത് ഇൻ അൺയൂഷ്വൽ സീസൺസ്. അതാ നമ്മൾ അവിടെ കാണുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസത്താല് ഉണർവിന്റെ, സൗഖ്യത്തിന്റെ
ആരോഗ്യത്തിന്റെ ഒക്കെ മുഴക്കം വിശ്വാസത്താൽ കേൾക്കാന് ദൈവമേ ഞങ്ങളെ സഹായിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ലോകം, പാപം, പിശാച് നമ്മളെ കാണാതെ, ദുഷ്ടന്റെ ഒരു ഘോര ശക്തി നമ്മളെ തൊടാതെ, കർത്താവിന്റെ ചിറകിന്റെ മറവില് നമ്മളെ മറയ്ക്കണേന്ന്, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേന്ന്, എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്, അൺയൂഷ്വൽ ഫെയ്ത്ത് നമുക്ക് തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ആ സത്യമായിട്ടും ഈ 3.5 വർഷം മഴയില്ലാതിരുന്ന് ഈ മഴയും ഏലിയാവിന്റെ ആ തീ കൊണ്ടുള്ള ഉത്തരമരലും ഒക്കെ കണ്ട് ജനത്തെ അത് എത്രമാത്രം ഉത്തേജിപ്പിച്ച് കാണും. യഹോവ തന്നെ ദൈവം എന്നവർക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുമല്ലോ. അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ നെക്സ്റ്റ് വെനസ്ഡേയിലെ വി വിൽ മീറ്റ് എലേജ under the juniper tree in the wilderness of Beersheba. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മഹത്വത്തിന്റെ പ്രത്യാശയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, താഴ്മയോടെ മനോവിനയത്തോടെ ഞങ്ങൾ അങ്ങേ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരിക. ഞങ്ങളോട് കരുണ ചെയ്യണം, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ പ്രതികൂലമായ സാഹചര്യങ്ങളിലെ ആകാശം മഴ പെയ്യാതെ അടച്ചപ്പോഴേ, ഓരോ പ്രതികൂലങ്ങളും ക്ഷാമവും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ, കർത്താവെ, ജനം അതേ ഭാരപ്പെട്ടപ്പോഴേ, യഹോവയായ ദൈവം അവന്റെ കോപം ജ്വലിച്ചാലും അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ, പക്ഷേ പ്രസാദമോ നിലനിൽക്കുന്നതാണെന്ന് ഞങ്ങൾ അറിയുന്നു. 3.5 വർഷം ജനം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴേ, ഇനി ദേശത്ത് ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങള് ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ പാൻഡമിക് നിമിത്തം കഷ്ടപ്പെടുകയാ. ഭൂലോകമുള്ള ജനങ്ങൾ മുഴുവനും കഷ്ടപ്പെടുകയാ. ചിലയിടത്തൊക്കെ സെക്കൻഡ് വേവ്, ചിലയിടത്ത് തേർഡ് വേവ് ഒക്കെ ആയിട്ടുണ്ട്. കർത്താവെ, സമാധാനമില്ലാത്ത ജനങ്ങള്, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, അനേകം പേര് വീണ്ടും ലോക്ക്ഡൗൺ നീട്ടിവെച്ചപ്പോഴേ, സ്കൂളുകളൊക്കെ ഡിസംബർ 31 വരെ തുറക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് അനേകം പേര് ഭാരപ്പെടുകയും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയാന് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല കർത്താവെ. അവിടുത്തെ പരിപൂർണമായ കാവലിലും നടത്തിപ്പിലും നിയന്ത്രണത്തിലും ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണേ. ഞങ്ങളുടെ സഭ അവിടുത്തെ കരങ്ങളിൽ വെക്കുന്ന അച്ഛനെയും കുടുംബത്തെയും, സെന്റ് മേരീസിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേയിൽ കർത്താവെ, എല്ലാ ചർച്ചസും 8 സഭകൾ ഒരുമിച്ച് ആരാധിച്ചു. ഒരു വലിയ ജനക്കൂട്ടം അത് അറ്റൻഡ് ചെയ്തു. വളരെ അനുഗ്രഹകരമായിട്ട് നടന്നല്ലോ. അത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് ഒരു മനസ്സോട് പ്രാർത്ഥിക്കുവാന്, അതെ, അവിടുത്തെ സന്നിധിയിൽ നെടുമ്പാട് വീഴുവാന് സഭയെ അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണേണ്ടതിനായിട്ട് കർത്താവെ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ രോഗത്തിലും ദുഃഖത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. അങ്ങ് കരുണ ചെയ്യണേ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മേലിൽ ഇറങ്ങിയ തീയ് കർത്താവെ അനേകം പ്രയർ ഗ്രൂപ്പുകളിൽ, അനേകം ആരാധനകളിൽ ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവമേ, ആ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ ജനം വേണ്ട പോലെ കാണുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലെ താഴുവാൻ, അവിടുത്തെ വചനത്തിങ്കിലെ വിറയ്ക്കുന്നവരായി ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ കർത്താവെ അവിടുത്തെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദയാതൽപരരായി ഇരിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. കർത്താവെ, ഈ സമയത്ത് ഭാരത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോക്ക്ഡൗൺ മൂലം ജോലി നഷ്ടപ്പെട്ടവരെയും, കർത്താവെ, പ്രോജക്ട്സ് ഇല്ലാതെ ജോലിയിലൊക്കെ പ്രയാസമുള്ളവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കരുണ ചെയ്യണേ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതരെ, ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ ദൂരത്തൊക്കെ ആയിരിക്കുന്നവരെ എല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അച്ചക്കുട്ടിക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എങ്കിലും കർത്താവെ, പൂർണ്ണ സൗഖ്യം കൊടുത്ത് നടത്തുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. തിരുനിവാസത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുകയും അങ്ങ് ഞങ്ങളെ കൂടാര
വെള്ളത്തിൽ ഒളിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ ജീവന്റെ ബലമെന്ന് പറയുവാൻ ഞങ്ങൾക്കിടയാക്കണം. അപ്പോൾ ബലഹീനയായ അടിയനെയും കരങ്ങളിൽ വെക്കുന്നു. പ്രാർത്ഥന കേട്ടത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഇങ്ങനെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മോത്തുന്നേക്കും നിനക്കുള്ളതല്ലോ. ആമൻ. നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ കൃപാപിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും പ്രാർത്ഥനയിൽ അപേക്ഷിച്ച കാര്യങ്ങളോടും ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടുതൽ ഇരിക്കുമാറാകട്ടെ. ആമൻ.